ലൈസൻസ് എടുത്തിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയാണോ? എന്തിനു പേടിക്കണം? ഹലോ ഡ്രൈവേഴ്സ് ഉള്ളപ്പോൾ ഇനി വെറും 5 ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം. നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവസരം. കൃത്യമായ ക്ലാസ്, കുറഞ്ഞ ഫീസ്, സമയനിഷ്ഠമായ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. ഞായറാഴ്ചകളിലും ക്ലാസ്. പേടി മാറാനുള്ള മോട്ടിവേഷൻ ട്രെയിനിങ്. ലൈസൻസ് ഉള്ളവർക്ക് സിറ്റിയിലൂടെ ഡ്രൈവിംഗ് പരിശീലനം. 2 വീലർ 4 വീലർ ട്രെയിനിങ് ഞങ്ങൾ നൽകുന്നു. കേരളത്തിൽ എവിടെയും ഞങ്ങൾ സർവീസ് നൽകുന്നു. കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങൾ ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നു. ഹലോ ഡ്രൈവേഴ്സ്, കോഴിക്കോട് എരഞ്ഞിപ്പാലം. ഞാൻ കൊടുത്ത പരാതിയിലെ ഒരു പരാതി, കേരളത്തിന്റെ പോലീസിന്റെ ഒരു വിഭാഗം ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി കൂടിക്കച്ചവടം ചെയ്യുന്നു. അന്വേഷിക്കണം. അന്വേഷണം ഇതുവരെ അവിടെ പോയിട്ടില്ല. അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു മക്കൾ, അച്ഛനെ കുത്തിക്കൊല്ലുന്നു മക്കൾ. മക്കളെ ഭയപ്പെട്ടിട്ട് ബെഡ്റൂമിന് 4 ലോക്ക് വെച്ച വീടുകൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു മക്കൾ, തങ്ങളെ വ്യഭിചരിക്കുന്നു മക്കൾ. ആകള എവിടെ എത്തി ഈ നാട്? ഒരിടപെടലുണ്ടോ ഗവൺമെന്റ്? എവിടെ എക്സൈസ് വകുപ്പ്? തെരഞ്ഞിട്ട് കാണാനുണ്ടോ? കേരളത്തിലെ അമ്മമാരുടെ ഈ പരാതി പരിഹരിക്കാൻ കുടുംബങ്ങൾ മുഴുവൻ താറുമാറാകുകയാണ്. യുവാക്കൾ മുഴുവൻ വഴിതെറ്റുകയാണ്. തിരുത്താനാളില്ല, തടുക്കാനാളില്ല, നോക്കാനാളില്ല. അപ്പോഴും ഇവിടെ മദ്യശാലകൾ ഒഴുക്കാനും പുതിയ ബ്രൂവറികൾ കൊണ്ട് കേരളത്തിലെ മദ്യം കൊണ്ട് മൂടി കോടികൾ കൈക്കൂലി വാങ്ങി പണം നൽകി തെരഞ്ഞെടുപ്പിന് മറികടക്കാൻ CPM നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടില്ല എന്ന് ഇനി നമുക്ക് കഴിയില്ല. സ്ത്രീകൾ രംഗത്തിറങ്ങണം. ഈ മദ്യത്തിനും മയക്കുമതിനുമെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങണം. ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ജാഥ അവസാനിച്ചാൽ മറ്റൊരു ജാഥ ആരംഭിക്കണം. അത് ഈ മയക്കുമരുന്നിനെതിരെയാണ്. അത്രയും സീരിയസ് ആയി നമ്മുടെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പോലും സ്വാധീനിച്ചിരിക്കുന്നു. കച്ചവടക്കാർ പെൺകുട്ടികൾ കച്ചവടത്തിൽ ഇടപെടുന്നു. ഈ എടക്കരങ്ങാടി സെറീന ഇവിടെ തലയാട്ടുന്നു. മുൻ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ അങ്ങാടിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ 1 കിലോമീറ്ററിൽ ഇപ്പൊ തപ്പിയാൽ വേണമെങ്കിൽ ഒരു 100 കിലോ കിട്ടും. അറിയോ നിങ്ങൾക്ക്? ആരാ സഹായിക്കുന്നത്? ആരാ പിന്തുണയ്ക്കുന്നത്? ഇവിടുത്തെ പോലീസിന്റെ ഒരു വിഭാഗം. ആരാണ് കച്ചവടക്കാർ? ഞാൻ കൊടുത്ത പരാതിയിൽ പോലീസ് ജീപ്പിൽ ഈ മയക്കുമരുന്ന് കടത്തുന്നതിന് വീഡിയോ അടക്കം കൊടുത്തത് അവർ അന്വേഷണം ഉണ്ടോ? ആരെങ്കിലും അന്വേഷിച്ചോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ്. താങ്കൾ എടുക്കുന്ന പല നിലപാടുകളും ഈ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം UDFന്റെ മുഴുവൻ നേതാക്കളും എടുക്കുകയാണ്. അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് UDF മുന്നോട്ട് വരണം. കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ 30,000 വോട്ടിന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ വരാൻ, സംസാരിക്കാൻ അതിന് വന്നത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ മിനിയാന്ന് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു. അപ്പൊ ഒരു സമ്മാനം കൂടി ഉണ്ട്. ഞാൻ പെട്ടെന്ന് അറിയാൻ മറന്നുപോയി. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മാനന്തവാടിയിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു LDFന് ഭരിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബെന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പം പറഞ്ഞു അവിശ്വാസം കൊടുക്കണം. അവിശ്വാസം കൊടുത്തു. LDFന്റെ ഭരണസമിതി പോയി. ഇപ്പോ 1 മണിക്കൂർ മുമ്പ് അവിടെ വോട്ടെടുപ്പായിരുന്നു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു. LDFനെ പുറത്താക്കി UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 20 മിനിറ്റ്. എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷിബു വിജയ് ജോൺ, CP ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.